ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ സൈറ്റിൽ പൈപ്പടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഡി ബി വെക്കലും അല്ലറ ചില്ലറ സി സി ക്യാമറയുടെ പൈപ്പിങ്ങേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഈ വീട്ടിലേക്കുള്ള മൊത്തം ടോട്ടൽ ഡി ബി വരുന്നത് 3 ഡി ബിയും ഒരു മീറ്റർ ബോർഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് കാണിച്ചു ചെറിയൊരു വീഡിയോ ആണേ. അപ്പോൾ ഇത് ആൾടെക്കിൻ്റെ മീറ്റർ ബോക്സും ഇത് നമ്മളൊന്നിപ്പോൾ ഓർഡർ ചെയ്താണ് കേട്ടോ. ഇത് നമ്മൾ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന സ്ക്രൂ ഡ്രില്ലാണ്. നമ്മുടെ കയ്യിലുള്ള തന്നെ ഇൻകോഡറാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടുന്ന് അത് അൺബോക്സിങ് ചെയ്യും വേണം. ഇത് നമ്മൾ റോട്ടറി ടൈപ്പ് ഇല്ലാത്ത ഡി ബി ആണ് കേട്ടോ. ഇത് 8 വേയുടെ ഡി ബി ആണ്. ഇത് 8 വേ ആണ് വരുന്ന ഡി ബി. അതേപോലെ തന്നെ അതിൻ്റെ ക്യാപ്പും കാര്യങ്ങളാണ്. അതാദ്യം പിടിക്കണം. അത് നമുക്ക് ഇരുന്ന് കൊടുക്കാം. ഇത് നമ്മുടെ അടുത്തുള്ള ഒരു കോഡ്ലെസ്സിൻ്റെ ഡ്രില്ലാണ് കേട്ടോ. ഇത് അത്യാവശ്യം 2 വർഷത്തിന് മേലായി, ഒരു കംപ്ലൈൻറ്റും ഇല്ല. 10 പ്രാവശ്യം താഴത്തേക്ക് വീണിട്ടുണ്ട്, യാതൊരു കുഴപ്പവും വന്നിട്ടില്ല. അപ്പോൾ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കുക, ഒരു 1000 റുപ്യൻ്റെ അടുത്ത് വരുന്നുള്ളൂ ഈ സാധനത്തിന്. അത് ടൈറ്റ് ആക്കണം. നമുക്ക് ഇങ്ങനത്തെ സ്വിച്ച് ബോർഡ് ടൈറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഗ്രിപ്പ് ഇട്ടിട്ട് സ്ക്രൂ അടക്കാൻ ഞങ്ങൾ ഇതുകൊണ്ടാണ് ടൈറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് വർക്ക് അടക്കുമ്പോൾ സിമ്പിളായിട്ട് കയ്യിൽ പിടിക്കാൻ എളുപ്പമാണ്. അടിപൊളി ഐറ്റംസ് ആട്ടോ. നമ്മൾ ഒരു ചെറിയൊരു LED വരുന്നുണ്ട്. പിന്നെ അത്രയും ഭാഗം നമുക്ക് ഇത്രയും വരുന്നൊരു സംഭവം വരുന്നുണ്ട് കേട്ടോ. ഇത്രയും നമുക്ക് ടൂളുകൾ വരുന്നുണ്ട്, ഇത്രയും സംഭവങ്ങൾ വരുന്നുണ്ട്. അത്യാവശ്യം വീടുണ്ട്. പിന്നെ അത് ഇങ്ങനെ നമുക്ക് സാധാരണ ലോക്ക് ചെയ്യുന്ന പോലെ ആക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് അത് നേരെ കുത്തനാക്കണമെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട്. ഈ ബട്ടൺ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കാം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ ടൈറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. സാധനം എന്തായാലും ഒരു കിടു സാധനമാണ്. നമ്മൾ 8 വേ എടുത്തു കേട്ടോ. 8 വേയുടെ റോട്ടറി ഇല്ലാത്ത ടൈപ്പാണ്. നമുക്ക് റോട്ടറി വെക്കുന്നില്ല ഇവിടെ. അപ്പോൾ നമുക്ക് വയറ് അധികം സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട്, ഡെപ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെടുത്ത് കേട്ടോ. വേറെ ടൈപ്പിലൊക്കെ ചെറിയ ഐറ്റംസാണ് വരുന്നത്. അപ്പോൾ ഇത് വയ്ക്കണം. ഇത് നമുക്ക് റോട്ടറി ഉണ്ടാവില്ല. ഈ ഭാഗങ്ങളിൽ നമുക്ക് 8 വേ വരും. അവിടെ നമുക്ക് സാധാരണ RCCBയും കാര്യങ്ങളും അവിടെ വരും കേട്ടോ. അതുപോലെ മീറ്റർ ബോർഡ് നമ്മൾ എടുത്തിക്കണേ ആൾടെക്കിൻ്റെ മീറ്റർ ബോർഡ് കേട്ടോ. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി വരുന്നൊരു മീറ്റർ ബോർഡാണ്. അതിലും സ്വർണ്ണം മാറ്റിയേക്കും. സ്വർണ്ണം പോയാൽ പ്രശ്നമാകും. 2 ന്യൂട്രൽ ലിങ്കാണ് വരുന്നത് കേട്ടോ. അതിൽ 2 ന്യൂട്രൽ ലിങ്കാണ് ഇതിൽ വരുന്നത്. പിന്നെ എർത്ത് ലിങ്ക് ഒന്ന് വരുന്നുണ്ട്. എർത്ത് ലിങ്കിൻ്റെ സ്ക്രൂ ഒക്കെ പോയിക്കോട്ടോ. ഈ മീറ്റർ ബോക്സിൻ്റെ ഇതൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിന് ഏത് ഭാഗത്തേക്കാണ് വരുന്നതെന്ന് നോക്കണം. നമുക്കൊരു സൈറ്റിൽ പണി കിട്ടിയതാണ്. വാലമാർക്ക് നോക്കി അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും വരച്ച് വെച്ചാലും മതി കേട്ടോ. പിന്നെ നമ്മളെ ഡി ബിയിൽ വരുമ്പോൾ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ ചില ഡി ബിയിൽ ഇതിൻ്റെ എർത്തിലേക്ക് കൊടുത്തുന്ന ബോഡി സ്ക്രൂ ഉണ്ടാവും. ഈ കാണുന്ന സ്ക്രൂ ഉണ്ടല്ലോ, ഈ സ്ക്രൂ ഈ 2 സൈഡിലും ഉണ്ടാവും. അത് നമ്മൾ ഓപ്പോസിറ്റ് ഇടുക. ഇത് അയക്കടാ, ഇതിനെ അയച്ചെടുത്തിട്ട് ഇതിനെ ഓപ്പോസിറ്റ് ഇടുക. റെയിൽ അത് നയിക്കണ്ട, അത് കിടന്നോട്ടെ. ഇത് നമ്മളെ ഇതിൻ്റെ സ്ക്രൂ കാര്യങ്ങളെല്ലാം അയച്ചിട്ടേ കറക്റ്റായി പാക്ക് ചെയ്യുക. കാരണം 3 ഡി ബി ഒരു മീറ്റർ ബോർഡാണ്. ഓരോന്നിനും ഓരോ ഭാഗത്ത് വെച്ച് എഴുതി വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യാനാണ് നല്ലത് കേട്ടോ. പിന്നെ ആ സ്ക്രൂ അയക്കാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. നമ്മൾ ഇത്തരം വലിയ ഡി ബി ഒക്കെ വരുമ്പോൾ, ചെറിയ ഡി ബി ആണെങ്കിലും വലിയ ഡി ബി ആണെങ്കിലും ഇപ്പോൾ ഇത് ഓപ്പോസിറ്റ് ഇട്ട് കണ്ടോ, ഇത് ഇവിടുന്ന് ഓപ്പോസിറ്റ് ഇട്ടാണ്. അപ്പോൾ ഇത് ഇവിടെ ഈ സ്ക്രൂ ഇങ്ങോട്ട് പുറത്തേക്കുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഡി ബി വയർ ഡ്രസ് ചെയ്യുന്ന സമയത്ത് സ്ക്രാച്ച് ആവും വയറിൽ. അപ്പോൾ ഭാവിയിലൊരു ലീക്കേജും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇടങ്ങാറാണ്. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റ് ഒതുക്കാനും വയർ ഒതുക്കി ഡ്രസ്സ് ചെയ്യാനൊക്കെ ഒന്നുകൂടി ഈസിയാണ് ഇത് ഓപ്പോസിറ്റ് ഇടുകയാണെങ്കിൽ. ഇത് ശരിക്കും കമ്പനി തിരിച്ചിട്ടാണ് വരിക, അതേപോലെയാണ് വരിക, അതിലിട്ട പോലെയാണ് വരിക. പക്ഷെ നമ്മളത് ഊരി എടുത്തിട്ട് അത് ഓപ്പോസിറ്റ് ആക്കി കഴിഞ്ഞാൽ ആ ഡി ബി ഡ്രസ്സിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടി ഈസിയാണ്. ഇനി ബോഡി എർത്ത് കൊടുക്കുക, നമ്മൾ ഓൾറെഡി എർത്ത് കൊടുക്കുമ്പോൾ ഓൾറെഡി ബോഡി എർത്ത് ആവും. നിങ്ങൾക്ക് ഇതിൽ എർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് ഒരു ഇവിടെ വെച്ചിട്ട് ക്രംപ് ചെയ്തിട്ട് നേരെ നമുക്ക് എർത്തിലേക്ക് പിടിച്ചു കൊടുക്കുകയാണെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. നമ്മൾ അങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ചെയ്ത് കാണിച്ചു തരാം. കാരണം നമ്മൾ വയറിങ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് ചെയ്യാൻ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നോക്കി ചെയ്യേണ്ടത്. എല്ലാത്തിൻ്റെയും ഡി ബികൾ കറക്റ്റാക്കിയിട്ട് മാർക്ക് ചെയ്യണം. പിച്ചക്കാരുടെ കാര്യം പറഞ്ഞത് അതിൻ്റെ ഉള്ളിൽ ഇട്ടോ, ആ പെട്ടിൻ്റെ ഉള്ളിൽ എത്തിച്ചോ. അത് കോപ്പറ അവസാനം പഠിക്കാൻ പോവാ. ഇതോ നമുക്ക് എല്ലാണ്ട് LK കേട്ടോ. ഇത് വരുന്നത് റോട്ടറി അല്ല, HRCBs വരുന്ന ക്യൂബിക്കൽ ടൈപ്പ് മെയിൻ സ്വിച്ച് വരുന്നത് കേട്ടോ. 63 ആംപിയറാണ് വരുന്നത്. അപ്പോൾ ഇത് ഒക്കെ സെറ്റാക്കി വെക്കണം, ഇതൊക്കെ പാക്ക് ചെയ്യണം, എന്നാലും ഇത് കൊണ്ടുപോകണം.
അപ്പോൾ ഓക്കെ. അപ്പോൾ ഞാനിന്ന് പെരുന്നാളായിട്ട് ഇവിടെ സൈറ്റിൽ വർക്ക് ചെയ്യുകയാണ്. പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്നില്ല, എൻ്റെ കൂടുതലവരാണ്. പക്ഷെ അപ്പോൾ അത് തീർക്കേണ്ടതായതുകൊണ്ടാണ് കേട്ടോ. ഇതിൻ്റെ വയറിങ്ങിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ എന്തായാലും വരും. അപ്പോൾ ഇത് തീർക്കേണ്ടതായതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്ന് നിന്നത്. നാളത്തോടെ ഏകദേശം കംപ്ലീറ്റ് ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറേ പൈപ്പിംഗ് ഉണ്ട്, കുറേ ഭാഗങ്ങളിൽ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം പൈപ്പിംഗ് വരുന്നൊരു ഏരിയയും കൂടിയാണ്. അപ്പോൾ ജസ്റ്റ് ബാക്ക് സൈഡ് ഡീറ്റെയിൽസ് വീഡിയോയിൽ വരും കേട്ടോ, പൈപ്പുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇൻവെർട്ടറിനും ഐവറി പൈപ്പ് അതേപോലെ KSEBക്ക് ബ്ലാക്കാണ് ഇട്ടിട്ട് ചെയ്യുന്നത് കേട്ടോ. മുകളിൽ നിന്ന് വരുന്നിട്ട് അപ്പോൾ അത്യാവശ്യം 2 dB വെച്ചിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഇൻവെർട്ടർ പൈപ്പ് മാത്രമേ വരുള്ളൂ, KSEBയുടെ പൈപ്പ് മാത്രമേ വരുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് അടുക്കളയിൽ കൂടിയൊക്കെ ബാക്കി സെക്ഷനും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് കൂടി വരുന്നത്. അടുക്കളയിൽ നിന്ന് ടോട്ടലായിട്ട് ഇവിടുന്ന് പൈപ്പുകൾ വരുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ പൈപ്പുകൾ വന്നിട്ട് നേരെ അത്യാവശ്യം നല്ല രീതിയിൽ പൈപ്പിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. നേരെ വയർ വലിക്കാനൊക്കെ നല്ല സുഖമാണ്. ഒരു പൈപ്പിൽ മിനിമം ഒരു 7-8 വയർ, മാക്സിമം 7 വയറിനെ വരുള്ളൂ കേട്ടോ. 8 വയറൊന്നും വരാൻ ചാൻസ് കമ്മിയാണ്. അപ്പോൾ അങ്ങനത്തെ സെറ്റ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ എന്തായാലും വരുന്നുണ്ട്, ഞാനത് കഴിഞ്ഞിട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ. ഹാരിസ്.